ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ടൊമാറ്റോ റൈസാണ് കേട്ടോ. കറിയൊന്നുമില്ലെങ്കിലും നമുക്ക് നല്ല ടേസ്റ്റായിട്ട് ചോറ് കഴിക്കാൻ പറ്റും. ഈ ഒരു ടൊമാറ്റോ റൈസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈസിയാണ് ഉണ്ടാക്കാൻ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണേ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കുക. അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് സവാള അരിഞ്ഞിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അതുപോലെ തന്നെ പച്ചമുളകും ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അതിനുശേഷം ഉള്ളിയൊക്കെ പെട്ടെന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം തക്കാളി കൂടി ഇട്ട് കൊടുക്കുക. പുളി ഇല്ലാത്ത തക്കാളി ആണെന്നുണ്ടെങ്കിൽ 2 എണ്ണമൊക്കെ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒന്നേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് നന്നായിട്ട് നമ്മുടെ തക്കാളിയിൽ നന്നായിട്ട് ഉടച്ചു കൊടുക്കുക കേട്ടോ, പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം അതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 1/4 ടീസ്പൂണൊക്കെ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. നമ്മളെ ടേസ്റ്റിനനുസരിച്ച് 3/4 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. കാശ്മീരി ചില്ലി ആണെന്നുണ്ടെങ്കിൽ 1.5 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ, അപ്പോഴേ എരിവ് കിട്ടുള്ളൂ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുക. ഗരം മസാല കൂടി കൂടിപ്പോയാൽ ഭയങ്കര കുത്തലായിരിക്കും. അപ്പോൾ ഗരം മസാലയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കുക. മസാലപ്പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കുക കേട്ടോ. ഈ സമയത്ത് ലെമൺ ജ്യൂസും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. അത് വീഡിയോ എടുത്തപ്പോൾ പെട്ടിട്ടില്ല കേട്ടോ. ലെമൺ ജ്യൂസും കൂടി ചേർത്ത് കൊടുക്കണം. ഒരു വലിയ ലെമൺ ആണെന്നുണ്ടെങ്കിൽ പകുതി ചേർത്ത് കൊടുത്താൽ മതി. ലാസ്റ്റ് മല്ലിയിലയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മല്ലിയില കുറച്ച് കൂടുതൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക കേട്ടോ. മല്ലിയില കൂടിക്കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ചോറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് 2 പേർക്ക് കഴിക്കാനുള്ള അത്രയൊക്കെ ചോറുണ്ടാവും കേട്ടോ നമ്മൾ ഈ ഒരളവിൽ. അപ്പോൾ ചോറും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലായിടത്തും മസാല എത്തുന്ന വരെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പൊക്കെ ചെക്ക് ചെയ്തിട്ട് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ മിക്സ് ചെയ്തിട്ട് നമുക്ക് ചൂടോടെ തന്നെ കഴിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.